ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും എൻ്റെ പ്രഭാത വന്ദനം നേർന്നുകൊള്ളുന്നു. മാങ്കുളം CSI സഭ ക്രമീകരിച്ചിരിക്കുന്ന നോമ്പുകാല ധ്യാനത്തിൻ്റെ ഭാഗമാകുവാൻ എന്നെയും ക്ഷണിച്ചതിലുള്ള പ്രത്യേകമായ സ്നേഹവും നന്ദിയും ആദ്യമായിട്ട് അറിയിക്കട്ടെ. ഒരിക്കൽ ഒരു മനുഷ്യൻ ഒരു കളിമൺ പ്രതിമയുമായി പല ഭവനങ്ങൾ കയറിയിറങ്ങുകയാണ്. ആ പ്രതിമ വിലയ്ക്ക് വാങ്ങുവാൻ കഴിവുള്ള ഭവനങ്ങളിലാണ് അദ്ദേഹം കയറിയിറങ്ങിയത്. എന്നാൽ ആ കളിമൺ പ്രതിമ വാങ്ങുവാൻ ആരും തയ്യാറായില്ല. ഒരു ദിവസം മുഴുവനും പല ഭവനങ്ങൾ കയറിയിറങ്ങിയ അദ്ദേഹം വൈകുന്നേരം ക്ഷീണിച്ച മനസ്സോടും തളർന്ന ശരീരത്തോടും കൂടെ ഒരു വൃദ്ധയായ മാതാവ് താമസിച്ചിരുന്ന ഭവനത്തിൽ എത്തിച്ചേരുവാനായിട്ട് ഇടയായിപ്പോയി. അദ്ദേഹം ദാഹജലത്തിനായിട്ട് പ്രിയ മാതാവിനോട് അപേക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ ക്ഷീണാവസ്ഥ കണ്ട് മനസ്സലിഞ്ഞതായ ആ വൃദ്ധയായ മാതാവ് അദ്ദേഹത്തിന് കുടിക്കുവാൻ ദാഹജലം നൽകി. അദ്ദേഹത്തിൻ്റെ അവസ്ഥകൾ തിരിച്ചറിഞ്ഞു. അദ്ദേഹം രാവിലെ മുതൽ ആ കളിമൺ പ്രതിമയുമായി പല ഭവനങ്ങളിലും കയറിയിറങ്ങിയത് ഈ സ്ത്രീയോട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആ കഥ കേട്ട് അയാളോട് മനസ്സലിഞ്ഞ് ആ കളിമൺ പ്രതിമ വാങ്ങുവാൻ അവർ സുരുക്കുട്ടി വച്ചിരുന്നതായ എല്ലാ നാണയത്തുട്ടുകളും എടുത്ത് അദ്ദേഹത്തിന് നൽകുകയുണ്ടായി. ആ കളിമൺ പ്രതിമയുടെ ആകർഷണീയത കൊണ്ടല്ല ആ സ്ത്രീ ആ പ്രതിമ വാങ്ങുവാൻ ഇടയായത്, മറിച്ച് ആ മനുഷ്യൻ്റെ ഒരു ദിവസത്തെ അധ്വാനം, ഒരു ദിവസത്തെ ശാരീരികമായ ക്ഷീണവും തൻ്റെ ക്ലേശകരമായ ജീവിത അനുഭവങ്ങളും കണ്ടുകൊണ്ടാണ് ആ പ്രതിമ വാങ്ങുവാൻ അവർ തയ്യാറായത്. ദരിദ്രയായ സ്ത്രീയാണ്. ചോർന്നൊലിക്കുന്ന ഭവനത്തിലാണ് അവർ താമസിക്കുന്നത്. ആ കളിമൺ പ്രതിമ വയ്ക്കുവാൻ അവർ ആ ഭവനത്തിൽ ഒരു നല്ല സ്ഥലം അന്വേഷിച്ചിട്ട് അത് ലഭിക്കാതെ വന്നപ്പോൾ ആ ഒരു മുറിയുടെ കോണിലേക്ക് അവർ ആ കളിമൺ പ്രതിമയെ മാറ്റി വയ്ക്കുകയുണ്ടായി. കൊരിച്ചെയ്യുന്നതായ മഴയുടെ കാലം തെളിഞ്ഞു വരുവാനായിട്ട് ഇടയായിത്തീർന്നു. ഈയൊരു കഥയിൽ ആ ഭവനത്തിൽ പലയിടങ്ങളിലും മഴത്തുള്ളികൾ വീണ് അവിടെയൊക്കെയും നനയുവാനായിട്ടിടയായിത്തീർന്നു. ഈ ഒരു മഴ പെയ്തതായ ദിവസത്തിൻ്റെ പിറ്റേന്ന് പ്രഭാതത്തിൽ ഈ മാതാവ് എഴുന്നേൽക്കുമ്പോൾ മുറിയിലാകെ വലിയ വർണ്ണപ്രകാശങ്ങൾ, സ്വർണ്ണപ്രഭ പോലെ തിളങ്ങുന്നതായ പ്രകാശങ്ങൾ കണ്ട് ഇവർ അമ്പരുന്നു. എവിടെ നിന്നാണ് ഈ പ്രകാശം? അവർ അന്വേഷിച്ചു വന്നപ്പോൾ പ്രഭാത സൂര്യൻ്റെ കിരണങ്ങൾ ഏറ്റുവാങ്ങിയതായ ആ കളിമൺ പ്രതിമയിൽ വെള്ളം വീണ് ആ പ്രതിമയുടെ കളിമണ്ണെല്ലാം ഒഴുകിപ്പോയപ്പോൾ അതിൽ സ്വർണം തെളിഞ്ഞു വരുവാനായിട്ട് ഇടയായിത്തീർന്നു. ഈയൊരു കഥയിൽ ഈ സ്ത്രീ പ്രതിമ വാങ്ങുവാൻ കാണിച്ചതായ മനസ്സെന്ന് പറയുന്നത് അത് കളിമൺ പ്രതിമ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. എന്നാൽ അതിൻ്റെ പിന്നിൽ അവർക്ക് ലഭ്യമായി തീർന്നത് ഒരു വലിയ സ്വർണ്ണ പ്രതിമയാണ്. പ്രിയപ്പെട്ടവരെ, സ്വർണം പൂശിയ മൺപാത്രങ്ങളുടെ കാലമാണിത്. ഉള്ളിലെ സ്വർണ്ണാംശത്തെ തിരയുവാനായിട്ട് സമയമില്ലാത്ത കാലം, പുറം മോടിക്ക് പ്രാധാന്യം നൽകുന്ന കാലം, ആന്തരിക സത്തയ്ക്ക് വില നൽകാത്തതായ ഒരു കാലം. അതുകൊണ്ട് തന്നെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഉൾക്കാമ്പുകൾ നഷ്ടപ്പെട്ട സ്ഥലത്ത് പാപം നിറഞ്ഞു. പാപത്തിൻ്റെ നിഴൽ വീണ ലോകത്തിൻ്റെ മീതെ ദൈവം സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും കയ്യൊപ്പുകൾ ചാർത്തി. പുത്രനായ ക്രിസ്തുവായിരുന്നു ആ കയ്യൊപ്പ്. ദൈവത്തിന് ലോകത്തോടുള്ള സ്നേഹവും കരുതലും വെളിപ്പെടുത്തിയത് ക്രിസ്തുവിലൂടെയാണ്. മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്കായുള്ള ദൈവിക പദ്ധതിയുടെ ആരംഭവും പൂർത്തീകരണവും നമുക്ക് ക്രിസ്തുവിലൂടെ കാണുവാൻ കഴിയും. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായെടുത്തിരിക്കുന്ന തിരുവചന വേദഭാഗം ലൂക്കോസ് വിശേഷം 18-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 30 വരെയുള്ള ഭാഗമാണ്. ഈ ഭാഗം നാം വായിക്കുമ്പോൾ നിത്യജീവനെ പ്രാപിക്കുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന ചോദ്യമായി യേശുവിനെ സമീപിക്കുന്ന ഒരു പ്രമാണിയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുക. എന്നാൽ യേശുവിൻ്റെ മറുപടിയോട് പ്രതികരിക്കാൻ കഴിയാതെ അതിദുഃഖിതനായിട്ട് മടങ്ങിപ്പോയ സമ്പന്നനായ പ്രമാണിയെക്കുറിച്ചുള്ള വിശദീകരണമാണ് ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്.
ഫലകരമായ ജീവിത നിയോഗങ്ങൾക്ക് അനിവാര്യമായ ചില പ്രതികരണങ്ങൾ ഈ ഭാഗം നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നുണ്ട്. ഈ ഭാഗത്തു നിന്നും ചില ചിന്തകൾ പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായം 18-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ കർത്താവിൻ്റെ അരികിലേക്ക് വരുന്ന പ്രമാണിയായ മനുഷ്യൻ കർത്താവിനെ അഭിസംബോധന ചെയ്യുന്നത് പ്രകാരമാണ്: നല്ല ഗുരു, ഞാൻ നിത്യജീവനെ അവകാശമാക്കേണ്ടതിന് എന്ത് ചെയ്യണം എന്നുള്ളതാണ്. യേശു അവനോട് പറയുന്നത്, എന്നെ നല്ലവനെന്ന് പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല എന്ന് കർത്താവ് പറയുകയാണ്. ആ പ്രമാണിയുടെ ഉള്ളിലുള്ള നന്മയുടെ മാനദണ്ഡങ്ങൾ സ്വയമായി പരിശോധിക്കുവാൻ കർത്താവ് അവനോട് ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് കർത്താവ് അവനോട് തൻ ന്യായപ്രമാണങ്ങളും കൽപ്പനകളൊക്കെ ആചരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ദൈവം അവർക്ക് നൽകിയ കൽപ്പനകളെയെല്ലാം നിനക്കറിയാമല്ലോ. അപ്പോൾ അദ്ദേഹം അതിന് പറയുന്നതായ മറുപടി, ഞാനത് ചെറുപ്പം മുതൽ പാലിച്ചു വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ന്യായപ്രമാണം അക്ഷരം പ്രതി അനുസരിക്കുന്നതായ ഒരു മനുഷ്യൻ. എന്നാൽ ഈ പ്രമാണിയുടെ മനസ്സിലുള്ള ചിന്ത, ഞാൻ കുറവില്ലാത്തതായ നന്മ ആർജിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ന്യായപ്രമാണം അനുസരിക്കുന്നതിലൂടെ കുറവില്ലാത്ത നന്മ ആർജിച്ചെടുത്ത മനുഷ്യൻ എന്നുള്ള ഒരു വലിയ അഹങ്കാരം ഈ മനുഷ്യൻ്റെ ഉള്ളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ കർത്താവ് അവനിലെ കുറവ് കണ്ടെത്തുകയാണ്. അപ്പോൾ കർത്താവ് പറയുകയാണ്, നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രന്മാർക്ക് പകുത്തു കൊടുക്കുക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും. അപ്പോൾ ന്യായപ്രമാണ അനുസരണത്തിൻ്റെ പൂർണ്ണത സമ്പത്ത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുന്നതിലൂടെയാണ് ഉണ്ടാകുന്നത് എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ അത് ഉൾക്കൊള്ളുവാനായിട്ട് ആ മനുഷ്യന് കഴിയുന്നില്ല എന്നുള്ളതാണ്. നിത്യജീവനെ ആഗ്രഹിച്ചുകൊണ്ട് കടന്നു വന്നതായ ഒരു മനുഷ്യനാണ് നമുക്കിവിടെ അയാളെ കാണുവാൻ കഴിയുന്നത്. എന്നാൽ നിത്യജീവൻ എന്ന അയാളുടെ വിഷയം അയാളുടെ സ്വകാര്യ സമ്പത്തിലും താഴെയായിരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അയാളുടെ ഹൃദയം സ്വന്തം ധന നിക്ഷേപങ്ങളിലായിരുന്നു. ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 34-ാം വാക്യം വായിക്കുമ്പോൾ കർത്താവ് തന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ നിക്ഷേപമുള്ളിടത്ത് നിങ്ങളുടെ ഹൃദയവും ഇരിക്കുമെന്ന്. ഇവിടെ ന്യായപ്രമാണത്തെയും തിരുവെഴുത്തുകളെയും തന്നെ രൂപാന്തരപ്പെടുത്തുവാൻ അനുവദിക്കാതെ തൻ്റെ സ്വകാര്യ മോഹങ്ങളെ സാധൂകരിക്കുവാൻ ഉപയോഗിക്കുന്ന അപജയമായിരുന്നു പൊളിച്ചെഴുതപ്പെടേണ്ടത്. അവിടെ അദ്ദേഹം പരാജയപ്പെടുന്നു എന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം നാം വായിക്കുമ്പോൾ പ്രമാണിയുടെ സങ്കടകരമായ മടങ്ങിപ്പോക്ക് ഉയർത്തിയ ചർച്ചകളിലേക്കാണ് യേശു അയാളോട് പറഞ്ഞ നിർദ്ദേശത്തെ കുറിച്ചുകൂടെ വ്യക്തമാക്കുവാനായിട്ട് ഇടയായി. നിനക്കുള്ളത് വിറ്റ് ദരിദ്രന്മാർക്ക് പകുത്തു കൊടുക്കുക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകുമെന്ന് പറയുകയും പിന്നെ വന്നെന്നെ അനുഗമിക്കുക എന്ന് പറയുകയും ചെയ്യുന്ന കർത്താവ് ഈ മനുഷ്യൻ അത് കേട്ട് അതിദുഃഖിതനായി മടങ്ങിപ്പോകുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇവിടെ ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഇവിടെ അപ്പോസ്തലനായ പത്രോസ് കർത്താവിനോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇതാ, ഞങ്ങൾ സ്വന്തമായത് വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു എന്ന് പത്രോസ് പറയുകയാണ്. അപ്പോൾ തന്നിലുള്ള സമ്പത്ത് നിത്യജീവന് അവിടെ വിഘാതമായി തീർന്നതായ ഒരു പ്രമാണി ആ ജീവിതത്തിൽ നിന്നും പത്രോസിൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്, ഞങ്ങൾ സ്വന്തമായത് വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ആ വിട്ടുകൊടുക്കലിന്, ആ നഷ്ടപ്പെടുത്തലുകൾക്ക് അനേക മടങ്ങ് ലാഭമുണ്ടാകുമെന്ന് കർത്താവ് പറയുകയാണ്. ഇവിടെ പറയുന്നത്, ദൈവരാജ്യം നിമിത്തം സ്വകാര്യ സമ്പത്തുകളെയോ രക്തബന്ധങ്ങളെയോ വിട്ടുകളയുന്നവർക്ക് ഈ ലോകത്തിൽ തന്നെ പല മടങ്ങ് ലഭിക്കും. അപ്പോൾ നിത്യജീവനെ ഈ ലോകത്തിൽ വെച്ച് അനുഭവമാക്കിയതിൻ്റെ പ്രായോഗികമായ പ്രതിഫലം സ്നേഹത്തിൻ്റെ ചെലവേറിയ ആവിഷ്കാരങ്ങൾ തന്നെയാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അത് സാധ്യമാക്കാതെ പോയതാണ് പ്രമാണിയുടെ ഏറ്റവും വലിയ നഷ്ടം. കർത്താവിൻ്റെ ശിരസിൽ സ്വച്ഛജടമാംസി തൈലം പൊട്ടിച്ചൊഴിക്കുന്നതായ ആ സ്ത്രീയെക്കുറിച്ച് നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. അവൾ തന്നാലാവുന്നത് ചെയ്തു എന്ന് കർത്താവ് പറയുന്നുണ്ട്. സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം അവളുടെ ഈ പ്രവൃത്തി പ്രഘോഷിക്കപ്പെടുമെന്ന് കർത്താവ് അവളെ പ്രശംസിക്കുന്നുണ്ട്. സ്ഥലത്തിരുന്നതായ ലേവി തൻ്റെ കർത്താവിനെ വിളി കേട്ട് അനുഗമിക്കുന്നതും
ശിഷ്യന്മാർ തങ്ങളുടെ വള്ളവും വലയും വിട്ട് യേശുവിനെ അനുഗമിച്ചതൊക്കെയും അവർക്ക് ലാഭമായി തീർന്നു എന്നുള്ളതാണ്. മർക്കോസ് വിശേഷം 10-ാം അധ്യായം 29-30 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ വളരെ വ്യക്തമായും വിശദമായും നമുക്ക് ഈ ഭാഗം കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. മർക്കോസ് വിശേഷം 10-ാം അധ്യായം 29-30 വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യമാണ്, ആരാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും എന്ന്. അവിടെ കർത്താവ് തന്നെ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ തന്നെ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നു എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ നോയമ്പ് നാളുകളിൽ നിത്യജീവന ഉടമകളായി തീരുവാൻ ചില നഷ്ടപ്പെടുത്തലുകൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തണമെങ്കിൽ അതിന് നമുക്ക് തയ്യാറാവണം. കർത്താവ് പറയുന്നുണ്ട്, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുകയും അതോടുകൂടെ നമുക്ക് മറ്റെല്ലാം ലഭിക്കും എന്നുള്ളത്. അതുകൊണ്ട് ഈ നോയമ്പിൻ്റെ ദിനങ്ങളിൽ നിത്യജീവന ഓഹരിക്കാരായി തീരുവാൻ ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിച്ച് സ്വീകരിക്കേണ്ടത് ജീവിതത്തോട് ചേർത്ത് നിർത്തി ദൈവിക അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാനും ദൈവത്തിൻ്റെ കൃപകൾ അനുഭവിപ്പാനും വലിയവനായി ദൈവം സഹായിക്കട്ടെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.